വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമയെന്നും നിർമ്മാതാക്കൾക്ക് സ്വതന്ത്രമായി ഒന്നും തീരുമാനിക്കാനാവില്ല എന്നും പണവും പ്രശസ്തിയുമുള്ള അഭിനേതാക്കൾ അതിശക്തരായി കഴിഞ്ഞുവെന്നും നായകന്മാരെയും സംവിധായകരെയും തിരക്കഥാകൃത്തുക്കളെയും ഒക്കെ അവർ നിശ്ചയിക്കുമെന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറെ കാലമായി ഏതൊക്കെയോ നടീനടന്മാരെയും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല, പരാതിപ്പെട്ടില്ല. ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ, ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ, നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ, ഇതെല്ലാം ചർച്ച ചെയ്ത് പ്രമുഖ ചാനലുകളിൽ. മലയാള സിനിമ ഭരിക്കുന്ന 15 അംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നുട്ടോ. ഉരുക്ക് സതീശൻ, ടിൻഡുമോൻ എന്ന കോടീശ്വരൻ, ചിരഞ്ജീവി IPS, ബ്രോക്കൽ പ്രേമചന്ദ്രൻ, പവനായി, കൊപ്ര പ്രഭാകരൻ, അനന്തൻ നമ്പ്യാർ, മുണ്ടയ്ക്കൽ ശേഖരൻ, ഹൈദർ മരക്കാർ, കടയാടി ബേബി, കൊളപ്പുള്ളി അപ്പൻ, മോഹൻ തോമസ്, കിരീക്കാടൻ ജോസ്, ജോൺ ഹോനായി, കീലേരി അച്ചു. പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത 15 അദൃശ്യരായ മനുഷ്യന്മാർ ആണെന്ന് ഇനിയും ആരും പറയരുത്. നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല, കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായതിന് തെളിവ് ഉണ്ടത്രേ. പക്ഷെ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു. ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു. സിനിമാ സ്ക്രീനിൽ U സർട്ടിഫൈഡ് ആണേലും പിന്നണിയിൽ A സർട്ടിഫിക്കറ്റ് ആണത്രേ. നടിമാർ ഉറങ്ങിയോ സുഖം നിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ 10 തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു. ആ വാതിൽ മുട്ടലിന് പിന്നിൽ കെയർ ആണ് കെയർ എന്നും മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വയ്ക്കണം. പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട. കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ MLA, പ്രമുഖ MP എക്സെട്ര ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും. വാൽ കഷ്ണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതി ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാം എന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. അതേസമയം സിനിമാ മേഖലയിൽ സ്ത്രീകൾ മാത്രമല്ല പ്രശ്നങ്ങൾ നേരിടുന്നതെന്നും 15 വർഷം മുൻപ് താൻ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞതാണെന്നും സംവിധായകൻ വിനയനും പറഞ്ഞിരുന്നു. റിപ്പോർട്ട് ഇത്രയും താമസിക്കാൻ കാരണം ഈ 15 അംഗ പവർ ഗ്രൂപ്പാണ്. 15 അംഗ പവർ ഗ്രൂപ്പ് ആരാണെന്ന് അറിയാം, പക്ഷെ പേര് പറയില്ലെന്നും വിനയൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ലഘൂകരിച്ച് കാണരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.